വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു 95 മോഡൽ ചേതക്കാണ്, ചേതക്ക് 150. ആൻഡ് ഒരു കിഡിലൻ പെട പെയിൻ്റാണ് വണ്ടിയിൽ അടിച്ചേക്കുന്നത്. സോ നമ്മൾ നേരത്തെ ഇൻസ്റ്റയിൽ ഒരു റീല് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്ലഷർ റീസ്റ്റോർ ചെയ്യുന്നത്. സോ അന്ന് നമ്മൾ റീടെസ്റ്റിന് പോയപ്പോൾ അവിടുന്ന് നമ്മൾ കണ്ടൊരു വണ്ടിയാണ്. സോ പിന്നെ നമ്മൾ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്ത് വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തു. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ ഇതൊരു 95 മോഡൽ ചേതക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇത് എന്നെക്കാട്ടി മൂത്തൊരു വണ്ടിയാണ്. സോ വണ്ടി ഇപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വണ്ടി അടിപൊളിയായിട്ടിരിക്കുകയാണ്. ആൻഡ് വണ്ടിയുടെ പെയിൻ്റ് ആണെങ്കിലും ഒരു മിൻ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഫ്ലൂറസൻ ഗ്രീൻ, ആ ഒരു ടൈപ്പ് ഗ്രീനാണ് വണ്ടിയിൽ അടിച്ചേക്കുന്നത്. അടിപൊളിയാണ് വണ്ടി കാണാൻ, എല്ലാവരും ശ്രദ്ധിക്കും നമ്മൾ. ഞാൻ അങ്ങനെ ഈ വണ്ടിയുടെ ഈ ഒരു കളർ കണ്ടിട്ടാണ് അന്ന് ടെസ്റ്റിന് പോയപ്പോഴും ഞാൻ ഈ വണ്ടി നോട്ടീസ് ചെയ്യുന്നത്. വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്, നൈസാണ് വണ്ടി. സോ ചേതൊക്കെ ഓടിച്ചിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് അറിയാൻ വേണ്ടി പറയണം, ഇതിൻ്റെ ഗിയറൊക്കെ നമുക്ക് കയ്യിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് വരുന്നത് ഇവിടെ ഫ്ലോറിലാണ്, താഴെ. ആൻഡ് വണ്ടിയിൽ അങ്ങനെ സെൽഫ് സ്റ്റാർട്ടോ വേറെ പരിപാടികളൊന്നും ഇല്ല. സോ നമ്മൾ കിക്ക് സ്റ്റാർട്ടേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വണ്ടിയിൽ ഹെഡ്ലൈറ്റിൻ്റെ ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട്, പഴയ ടൈപ്പ് ഹോണാണ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് വണ്ടിയുടെ കിൽ സ്വിച്ചാണ്. സോ ഇതിൽ പ്രസ് ചെയ്താൽ വണ്ടി ഓഫ് ആവും. ആൻഡ് വണ്ടിയുടെ സൗണ്ടും അടിപൊളിയാണ്. ഇത് ചേതക് 150 ആണ്. വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. ആൻഡ് വണ്ടി അഫ്കോഴ്സ് വണ്ടി ഒരു 2 സ്ട്രോക്കാണ്, അതിൻ്റെ പെർഫോമൻസ് വണ്ടിക്കുണ്ട്. വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ജെറ്റിട്ട് പോവും, പറക്കും വണ്ടി. ആൻഡ് എനിക്ക് ഈ വണ്ടി എനിക്ക് പേഴ്സണലി ചേതക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ വീട്ടിൽ ചേതക്ക് ഉണ്ടായിരുന്നതാണ്, എൻ്റെ അപ്പൂപ്പൻ്റെ കയ്യിലൊക്കെ വണ്ടി ഉണ്ടായിരുന്നതാണ്. ആൻഡ് എനിക്ക് ചേതക്ക് കാണുമ്പോൾ കുറേ ഫ്ലാഷ് ബാക്ക് മെമ്മറീസൊക്കെ ഓർമ്മ വരും. പണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന അപ്പൂപ്പൻ്റെ കൂടി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരും. നൈസാണ് വണ്ടി, അതും ഏകദേശം ഈ ഒരു ടൈപ്പ് വണ്ടിയായിരുന്നു. ആൻഡ് ഈ വണ്ടിയിൽ കുറച്ച് ഫ്രണ്ടൊക്കെ മാറ്റി, ഇതിൻ്റെ ഫ്രണ്ട് നോസൊക്കെ മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ടിൽ ഇൻഡിക്കേറ്ററൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക, അത് ചേതക്ക് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ കറക്റ്റ് ടൈംസൊക്കെ അറിയാം. ഞാൻ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം ഞാൻ നമ്മുടെ വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വണ്ടിയുടെ ഫ്രണ്ട് നോസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയിലൊരു പഴയ ടൈപ്പ് ഹോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയുടെ ബ്രേക്ക് ലിവേഴ്സ് ആൻഡ് ക്ലച്ച് ലിവറൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ടൈപ്പ് ആക്കിയിട്ടുണ്ട്, ക്രോം ഫിനിഷ് വരുന്ന ടൈപ്പ്. പിന്നെ വണ്ടിയുടെ കീ സെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കീ സെറ്റ് ഇവിടോട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ വണ്ടി മിൻ ഗ്രീനിലോട്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ വണ്ടിയിൽ അങ്ങനെ വേറെ വലിയ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. വണ്ടിയിൽ ഹെഡ് ലൈറ്റ്സ് ഒക്കെ സ്റ്റോക്ക് ഹെഡ് ലൈറ്റ്സ് തന്നെയാണ് വണ്ടിയിലിരിക്കുന്നത്. ആൻഡ് വണ്ടിയുടെ റിയർ ബ്രേക്ക് വരുന്നത് ഇവിടെ ആയിട്ടാണ്, താഴെ ഫ്രണ്ടിൽ ഫ്ലോറിലാണ്. ആൻഡ് വണ്ടിയുടെ ചോക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ സൈഡിൽ, അത് ഞാനൊന്ന് ഓപ്പണാക്കി കാണിക്കാം. ആൻഡ് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് വെള്ളം ഇറങ്ങുമോ എന്ന് അറിയത്തില്ല, ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത് ഈ 2 സീറ്റിൻ്റെ സെൻട്രലായിട്ടാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഫ്യൂൽ ടാങ്കിന് സെപ്പറേറ്റ് ലോക്കോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കിതിങ്ങനെ ഈ ഒരു നെറ്റ് ലൂസ് ചെയ്ത് ഇത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും.
സിമ്പിളാണ്, സിമ്പിൾ മെക്കാനിസമാണ്. ഓവറോൾ വണ്ടി കാണാൻ സൂപ്പർ നീറ്റാണ്, വണ്ടി അടിപൊളിയാണ്. എനിക്ക് ഈ വണ്ടിയിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കളറാണ്. അതാണ് ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ. സോ ആരായാലും ഒന്ന് നോക്കും, വണ്ടി റണ്ണിങ്ങിലൊക്കെ കാണാനാണെങ്കിലും നൈസാണ്. ഈ ഒരു കളർ ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കളറായതുകൊണ്ട് നൈസാണ് കാണാൻ. പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് സൈഡിൽ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച്, ഹൈ ബീം, ലോ ബീം. ഇത് ഹോണിൻ്റെ സ്വിച്ചാണ്. ആൻഡ് ഇത് വണ്ടിയുടെ കിൽ സ്വിച്ചാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. ഇത്രയൊക്കെയുള്ള വണ്ടി, ഭയങ്കര ബേസിക് മിനിമലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളു വണ്ടിയിൽ. സോ നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ സംസാരിക്കാം. ഇവിടാണ് കീ. സോ കീ വണ്ടി ചെറുതായിട്ടൊന്ന് ചടിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവത്തുള്ളൂ. വണ്ടി ന്യൂട്രലാണ്. ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി മിൻ കണ്ടീഷനിലാണ്. ഇടയ്ക്ക് വണ്ടി സെക്കൻഡിലോട്ട് ഇടുമ്പോൾ ഒരു ചെറിയ സ്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, നേരെ തേർഡിലോട്ട്. അതിനെയും എനിക്ക് ഓടിച്ച് ശീലമില്ലാഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. രാവിലെ ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പം സെക്കൻഡിലോട്ട് ഇടുമ്പോൾ നേരെ വണ്ടി തേർഡിലോട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഞാൻ ഈ വണ്ടി ഓടിച്ച് ഇതുമായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. വണ്ടി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വണ്ടി ഓടിക്കാൻ നൈസാണ്, ഒന്നും പറയാനില്ല. ഈ വണ്ടിയിൽ പിന്നെ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക ഫീച്ചേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ. വണ്ടി മെയിൻ ഈ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി 2 സ്ട്രോക്ക് ആണ്. അതിന് വണ്ടി ഓടിക്കാനുള്ള ഒരു റൈഡ് ഫീൽ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ളൊരു വണ്ടിയാണ് ചേതക്ക്. വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി അങ്ങനെ ഹൈ സ്പീഡിൽ വെച്ച് പൊളിക്കാനൊന്നും പറ്റിയ വണ്ടിയല്ല. നമുക്കൊരു വേണമെങ്കിൽ വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞ് പോവാം. ബ്രേക്കൊക്കെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ഇൻ ദ സെൻസ് ഇതിനിപ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഇല്ല. ഫ്രണ്ട് ബ്രേക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. എന്നാലും വണ്ടി അങ്ങനെ വെച്ച് പൊളിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല. RX-ലൊക്കെ വെച്ച് പൊളിക്കുന്ന പോലെ വേണമെങ്കിൽ, അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ്. സോ എന്നാലും എനിക്ക് പേഴ്സണലി വണ്ടി ആ ഒരു 40-60 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ പോകാൻ നല്ലൊരു ഗുഡ് ഫീൽ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 40-60 റേഞ്ചിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ അടിപൊളിയാണ് വണ്ടി. ആ ഒരു ഫീൽ കിട്ടും. വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് നോട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആ ഒരു ഫീലിൽ ഇങ്ങനെ ഓടിച്ചു പോവാം. വണ്ടിയുടെ ഹോൺ രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹോണാണ് വണ്ടിയുടെ. ആൻഡ് ഈ വണ്ടി ഇപ്പം ചേതക്കിന് നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടൊക്കെ വെറും 8,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വണ്ടിക്ക് ഭയങ്കര മാർക്കറ്റാണ്. ഇപ്പം ടോട്ടലി ഇപ്പോൾ 2 സ്ട്രോക്ക് വണ്ടികൾക്കൊക്കെ നല്ല മാർക്കറ്റാണ്. അതിപ്പോൾ ചേതക്കിനും നല്ല മാർക്കറ്റുണ്ട്, റീസെയിൽ വാല്യൂ ഉണ്ട് വണ്ടിക്ക്. ഉള്ള മാർക്കറ്റ് ഇൻക്രീസ് ആയ പോലെ തന്നെ ചേതക്കിൻ്റെ റീസെയിൽ വാല്യൂം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ആൻഡ് വണ്ടിക്ക് ഇപ്പോൾ പഴയതിനേക്കാളിൽ 2-3 പ്രൈസൊക്കെയാണ് OLX-ലും മാർക്കറ്റ് പ്ലേസിലും ഒക്കെ കാണുന്നത്. ആൻഡ് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വണ്ടിക്ക് ഏകദേശം ഒരു 35,000 തൊട്ട് മേപ്പോട്ടാണ് പ്രൈസ് ചോദിക്കുന്നത്. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിക്ക്, നല്ല രീതിക്ക് പണിത് കുട്ടപ്പനാക്കി വെച്ചേക്കുന്ന വണ്ടിക്കൊക്കെ നല്ല റേറ്റാണ് ചോദിക്കുന്നത്. 50 above ഒക്കെ ചോദിക്കുന്നുണ്ട്. കുറേ ആഡ്സ് ഞാൻ കണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചേതക്കിൻ്റെ വീഡിയോ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ വെറൈറ്റി വണ്ടികളായിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടാറ്റാ.